നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയിപ്പോ ഈ വീടിന്റെ ഉള്ള സമാധാനം കൂടി പോവും. അത്രയ്ക്ക് നല്ല പുള്ളികളാണല്ലോ രണ്ടും. വല്യമ്മയുടെ നാവാണെങ്കിൽ ഒട്ടും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. നമുക്കിപ്പോ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇനി മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. അങ്ങനെയൊന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ലായിരുന്നതി. സ്വന്തം കയ്യിരിപ്പ് ശരിയല്ലെങ്കിലേ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ഈ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ വലുതാക്കി പുതിയ കഥകൾ ഉണ്ടാക്കാൻ നോക്കുന്നവരാ ഈ വെല്ലച്ചനും വെല്ലമ്മയും. ഇതിപ്പോ കള്ളന്റെ കയ്യിൽ താക്കോലെ ഏൽപ്പിച്ചതുപോലെ രണ്ടിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് പതുക്കെ പറ ഭരത്തേട്ടാ, അവരെങ്ങാനും കേൾക്കും. കേൾക്കട്ടെ എഴുതി, നമ്മളെന്തിനാ പതുക്കെ പറയുന്നത്? നിങ്ങൾ മറക്കി. ഒന്നാമത് ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ, അതിന്റെ കൂടെ ഇങ്ങനൊരു തലവേദന കൂടി. ഇങ്ങോട്ട് വാ ഭരത്തേട്ടാ. അല്ലെങ്കിൽ തന്നെ ഈ ഭാവനച്ചിന് എന്ത് കണ്ടിട്ടാ? നമ്മുടെ അമ്മയെ കണ്ടിട്ടോ അതോ മായച്ചെ കണ്ടിട്ടോ? ചിലപ്പോ നിന്നെ കണ്ടിട്ടാ വരുന്നത് ഭാവനച്ചൊന്നും മിണ്ടാണ്ട് പോയത്. നീ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കൊന്ന് കണ്ടി കാണൂലോ. അങ്ങനെയൊന്നും ഭാവനിച്ച് ചിന്തിക്കില്ല ഭരത്തേട്ടാ. ഇതിപ്പോ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് വന്നതാണെങ്കിലോ? എന്തായാലും നാളെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല. ഭരത്തേട്ടന് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. എനിക്ക് വയ്യ തമ്മിലടി കാണാൻ. ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കാനാണോ താൻ പറയുന്നത്? തൽക്കാലം ഭരത്തേട്ടനായിട്ട് ഒന്നിനും പോകണ്ട, നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല എന്തതി. താൻ കണ്ടോ, ഇവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കും. അതവരുടെ രക്തത്തിലുള്ളതാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഭരത്തേട്ടന്റെ ഇഷ്ടം. ഇവിടെ നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളത്. വേറെ ആരെങ്കിലും ആദ്യം ചോദിക്കട്ടെ. വേറെ ആര് ചോദിക്കാൻ? അമ്മയ്ക്കും സേതോടും പണ്ടേ വെല്ലച്ചോടും വെല്ലുമ്മയുടെ ഒടുക്കത്തെ ബഹുമാനം. അതിന് നേരിട്ട് ആക്രമിക്കാൻ വന്നാലും ബഹുമാനത്തോടെ അങ്ങ് നിന്നു കൊടുക്കും. അതുകൊണ്ടേ നമ്മൾ ചോദിക്കാനുള്ളത് നമ്മൾ തന്നെ ചോദിക്കണം. തൽക്കാലം ഭരത്തേട്ടനൊന്ന് അടങ്ങ്, നമുക്ക് നോക്കാം. ചിലപ്പോ നാളെ തന്നെ അവര് പോയാലോ? കേസും വഴക്കും പണമിടപാടുകൾ കൊണ്ടും വഴി കൂട്ടി നിൽക്കുന്ന ഏർപ്പാടത്. അത് കണ്ടുതന്നെ അറിയേണ്ടി വരും. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ആന്റിയോട് പറയാം. മാലിച്ചിരുന്ന് സംസാരിച്ചാലോ? അതൊന്നും വേണ്ട, നമ്മുടെ മനസ്സൂടി അമ്മ മാറ്റും. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും ഒരു ദിവസം നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വല്യമ്മയോട് പറയും ഇത് ശരിയാവത്തില്ലെന്ന്. മനുഷ്യന് ഒരു വിധത്തിന് സ്വയം തരില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടിപ്പോ ഞാനായിട്ടാ ഒറ്റപ്പെട്ടത്. ആദ്യം എന്റെ മോൻ പോയി അവന് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കെട്ടി. രണ്ടാമത് എന്റെ മോളും അതേ കുടുംബത്തിലേക്ക് തന്നെ ഒളിച്ചോടിപ്പോയി. ഒടുവില് ജന്മം കൊടുത്ത ഞാൻ ആർക്കും വേണ്ടാത്തവളായി. ഇതിനെല്ലാം കാരണക്കാരിയായ ആ ഒരുമ്പെട്ടവള് ഭാവന. അവള് വീണ്ടും പഴയതുപോലെ ജീവിക്കാനും തുടങ്ങി. അതും ആ സൂര്യയോടൊപ്പം തന്നെ. ഇല്ലമ്പേ, അങ്ങനെയെങ്കിലും സൂക്ഷിച്ച് ജീവിക്കാൻ ഞാൻ ഭാവന അനുവദിക്കില്ല. ഭാവന ഏട്ടനെന്നല്ല ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. അവൾക്ക് ദൈവത്തിന്റെ ശക്തമായ കാവലുണ്ട്. അതുകൊണ്ടാ അവളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഏട്ടനും അവസാനം പണി കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഭാവനയെ നീയല്ലേ കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത്. നിനക്കെന്താ ഒരു പണിയും കിട്ടാത്തെ? എന്താ ഏട്ടാ ഇത്? ഇതിലപ്പുറം എന്ത് പണിയാ എനിക്ക് കിട്ടാനുള്ളത്? ആദ്യം എന്റെ വനിതാ സംഘടനയിലെ സ്ഥാനം പോയി. ഇപ്പൊ എന്റെ മോളും കൂടി എന്നെ വിട്ടുപോയി. പണി കിട്ടുന്നത് ശാരീരികമായിട്ട് വേണമെന്നില്ലല്ലോ, മാനസികമായിട്ട് കിട്ടിയാലും പോരെ. ഇപ്പൊ കണ്ടില്ലേ, അഭിയും ഭാമയും വാടക വീട്ടിലേക്ക് താമസം മാറി. കൂട്ടു നിൽക്കാൻ പ്രതാപേട്ടനും. നീ സമാധാനപ്പെടമ്പേ. ഭാമ എത്ര നാൾ വാടക വീട്ടിൽ കഴിയുമെന്ന് നോക്കാം. ഏട്ടാ, വെറുതെ ഇനിയും ഇതുപോലുള്ള കുറുക്കുവഴികളൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഏട്ടൻ ഇവിടുത്തെ നോട്ടപ്പുള്ളിയാ. ദേ, ഏട്ടന്റെ മുഖം കാണുമ്പോ തന്നെ പ്രതാപേട്ടനും അഭിക്കും ദേഷ്യോ. എനിക്കറിയാമ്പേ, ജാമ്യത്തിലിറങ്ങി ഞാൻ ഇനി എവിടേക്ക് പോയാലും ആരും എന്നെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയെങ്കിലും വിധിക്കാൻ വരട്ടെ ഏട്ടാ, നമുക്ക് ഇനിയും അവസരം വരും. നിനക്കറിയാലോ, അഭിയെ മോഹിച്ച് വീട് വിട്ടിറങ്ങിയവളാണ് എന്റെ മോള്. ഇന്ന് അവൾ ചെയ്യാത്ത കുറ്റത്തിന് അകത്ത് കിടക്കിയ. നീ തന്നെ പറ, ഞാനിതങ്ങനെ സഹിക്കും? ഇവിടെ ഞാൻ ഏട്ടനെ കുറ്റം പറയൂ? എന്നോടൊരു വാക്ക് പോലും ആലോചിക്കാതെ ഏട്ടനല്ലേ ആ മൈക്കിളിനെ കൂട്ടുപിടിച്ച് ശ്രീപ്രിയ മോളുടെ കയ്യിലും മയക്കുമരുന്നും കൊടുത്തു വിട്ടത്. ഒന്നുമില്ലെങ്കിലും അവളൊരു പെൺകുട്ടിയാണെന്നെങ്കിലും ഏട്ടൻ ഓർക്കായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്പേ. എന്റെ മോളെ എനിക്ക് പുറത്തിറക്കണം. ഇപ്പൊ തന്നെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു.
ഭാവനയുടെ പതനം കാണാനും അവളെ ഇല്ലാതാക്കാനും വേണ്ടി ഏട്ടൻ തന്നെ എന്തൊക്കെയാ ചെയ്തത്. അവസാനം അവളെ വണ്ടി ഇടിച്ച് കൊല്ലാൻ വരെ നോക്കി. എന്നിട്ടും അവള് രക്ഷപ്പെട്ടില്ലേ? ഏട്ടാ, ഇനി ഇവിടെ ബുദ്ധി വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ഇനി ഭാവനയെ തോൽപ്പിക്കാൻ പറ്റൂ? അതൊന്നും നടപടിയാവില്ലമ്പേ. തല്ലിന് തല്ലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഭാവനയ്ക്കെതിരെ പ്രയോഗിക്കേണ്ട ആയുധം നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നീ ഒന്ന് മനസ്സ് വെച്ചാൽ പുഷ്പം പോലെ പലതും ചെയ്യാൻ പറ്റും. ഏട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ പറയാം, അവളുടെ വീട്ടിലുള്ള ഒരാളെ തന്നെ അവൾക്കെതിരെ കൊണ്ടുവരണം. അതും അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അതെങ്ങനെ പറ്റും? ഒരിക്കലും നടക്കാത്ത കാര്യം. ഭാവന പറയുന്നതിനപ്പുറം ആ വീട്ടിൽ ഒന്നും നടക്കില്ല. നടക്കും. നീ വിചാരിച്ചാൽ നടക്കും. കാരണം അതിനു പറ്റിയ തുറുപ്പ് ചീട്ട് ഇപ്പൊ നിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആര്? ഭരത്. അതേമ്പേ, അബ്ദുള്ള മലയുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ മല അബ്ദുള്ളയുടെ അടുത്തേക്ക് വരുമെന്നൊരു ചൊല്ലുണ്ട്. അത് വേണം ഇവിടെ പ്രവർത്തിക്കാൻ. ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എടിയും പാണ്ടി, ഭരത്തിനെ നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതും നിന്റെ മരുമകനായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ. ഒരിക്കലും ഇല്ല ഏട്ടാ. ഇനി എന്തു വന്നാലും അരുന്ധതിയെയും ഭരത്തിനെയും ഞാൻ ഈ വീടിന്റെ പടി കേറ്റില്ല. നിന്നേ, ഇതാ നിന്റെ കുഴപ്പം. കൈ നനയാനും പാടില്ല, വെള്ളത്തിൽ കിടക്കുന്ന എടുക്കുകയും വേണം. അമ്പേ, ഭാവന നിന്റെ കാൽ ചുവട്ടിലേക്ക് വരണമെങ്കിൽ നീ അവരിൽ ഒരാളെ നിന്റെ ഒപ്പം നിർത്തണം. അതിലെന്തുകൊണ്ടും നല്ലത് ഭാരത്തിനെ ഒപ്പം കൂട്ടുന്നതാണ്. ചിലയിടത്ത് തോറ്റാലേ മറ്റു ചിലയിടത്ത് ജയിക്കാൻ പറ്റും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭരത് അരുന്ധതിയുടെ ഭർത്താവ് അല്ലാതാകുന്നില്ല. അതുകൊണ്ട് ആലോചിക്കുക, നല്ലതുപോലെ ആലോചിച്ച് ഇതിന് തീരുമാനിക്കുക. അമ്പേ, ഭരത് നീ കരുതുന്നത് പോലെ അത്ര നിസ്സാരപ്പെട്ടവനല്ല. നാളെ ഒരു സബ് ഇൻസ്പെക്ടറായി ചുമതല ഏൽക്കേണ്ടവനാണ്. ഭാവനയുടെ സഹോദരൻ എന്ന ഒറ്റ കാരണമേ നമുക്കവന് നെഗറ്റീവായി കാണാൻ പറ്റൂ. എന്നാ പിന്നെ ഭാവനയ്ക്കെതിരെ തന്നെ ഭരത്തിനെ തിരിച്ചുവിട്ടാ പോരെ. നോക്ക്, ഇതുപോലൊരു അവസരം നിനക്കിനി വേറെ കിട്ടില്ല. ഒരിക്കലും ഭാവന പ്രതീക്ഷിക്കാത്ത രീതിയിലാവണം നിന്റെ നീക്കം. നിന്റെ കാറും ബംഗ്ലാവും ഒക്കെ കാണുമ്പോ ഭരത്തിന്റെ കണ്ണു മഞ്ഞളിക്കും. നീ പറയുന്നത് ഭരത് അനുസരിക്കൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ ആലോചിക്ക്. എന്നിട്ട് നീ ഇവിടെ ഒറ്റപ്പെട്ടു പോയെന്നുള്ള ചിന്ത മാറ്റ്. ഒപ്പം നിന്റെ മകളെയും ഭർത്താവിനെയും കൂട്ടുപിടിക്കുക. പിന്നെ ഭാവനയെ തറപറ്റിക്കാൻ നിനക്ക് എളുപ്പം കഴിയും. ഇവിടെ ആലോചിക്കാനൊന്നുമില്ലമ്പേ. നിന്റെ കയ്യിൽ ഗോൾഡ് ഇരിക്കുമ്പോ നീ എന്തിനു മുക്കുവണ്ണം തേടി പോണം? ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യും. എന്നിട്ട് അടുത്ത് എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അമ്പേ, നീ നോക്കിക്കോ. ഇനി നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഭാവന താനിപ്പോ ചെയ്തത്? തന്നോട് ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ള അവരെന്തിനാ താനിപ്പോ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്? അവിടെ ഉള്ളവരുടെ സമാധാനം കൂടി പോകാനോ? അപ്പോഴത്തെ അവസ്ഥയില് ഞാൻ വേറൊരു വഴിയും കണ്ടില്ല സൂര്യ. വല്യമ്മയ്ക്ക് വീണ്ടും BP കൂടിയാ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. എന്ത് സംഭവിച്ചാലും തനിക്കെന്താ? തനിക്ക് അനുഭവിച്ചൊന്നും പോരെ. ഈ കാര്യം ആരറിഞ്ഞാലും തന്നെ കുറ്റപ്പെടുത്തു. ആര് വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്തട്ടെ സൂര്യ. സൂര്യ എന്നെ കുറ്റപ്പെടുത്താതിരുന്നാ മതി. ഇക്കാര്യത്തിൽ ഞാനും തന്നെ കുറ്റപ്പെടുത്തും. അത്രയ്ക്ക് വിഷവ തന്റെ വല്യച്ഛന്റെ വല്യമ്മയുടെ ഉള്ളിലുള്ളത്. നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാ? അവരല്ലേ. അവരുടെ മോളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയില്ല അവര്. അതൊന്നും മറന്നുകൊണ്ടല്ല സൂര്യ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഗർഭിണിയായ ആ പാവം പ്രാർത്ഥന പറഞ്ഞിട്ടാ ഞാൻ അവിടെ പോയത്. അപ്പോഴാ ഞാൻ ശരിക്കുള്ള കാര്യം അറിയുന്നത്.